ഓം ശ്രീ സായിറാം. അധ്യായം 17 ബ്രഹ്മജ്ഞാനം, രണ്ടാം ഭാഗം. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. ബാബ തുടർന്നു. ലോകത്തിൽ രണ്ട് വഴിയാണുള്ളത്, ശ്രേയസ്സും പ്രേയസ്സും. പ്രേയസ്സിൻ്റെ പുറകെ പോകുന്നവർക്ക് കുറേയേറെ വിഷയാനന്ദം അനുഭവിക്കാം, പക്ഷേ അവർ എന്നെങ്കിലും നിലം പതിക്കുമെന്നത് ഉറപ്പ്. ശ്രേയസ്സിൻ്റെ വഴിയാകട്ടെ ഈശ്വരനെ നേടിത്തരുന്നു. കാഞ്ചനത്തോടും കാമിനിയോടും ആഗ്രഹമുള്ള കാലം വരെ ഈശ്വരജ്ഞാനം കിട്ടുകയില്ല. ശ്രേയസ്സും പ്രേയസ്സും കൂട്ടിക്കലർത്തുന്നത് പാലും വെള്ളവും ചേരുന്നത് പോലെയാണ്. ഒരിക്കൽ അത് ചേർന്ന് കഴിഞ്ഞാൽ വേർതിരിക്കുക ബഹുകഠിനം. വെള്ളവും പാലും വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള അരയന്നത്തിനെ പാൽ മാത്രം സ്വീകരിച്ച വെള്ളം ഉപേക്ഷിക്കാനാകൂ. ആ അരയന്നത്തെ പോലെ ഈശ്വരാധീനമുള്ള പ്രേയസിനെ തള്ളി ശ്രേയസ് സ്വീകരിക്കുന്നു. ശ്രേയസിനെ വേണം തിരഞ്ഞെടുക്കാൻ, കാരണം മനുഷ്യജന്മം സമ്മാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണെന്നത് അറിയുക. ശ്രേയസ്, അതായത് ആത്മജ്ഞാനം നേടണമെങ്കിൽ വിഷയസുഖങ്ങളിൽ നിന്നും പിന്തിരിയണം. വിഷയസുഖങ്ങളുടെ നിസ്സാരത തിരിച്ചറിയുകയാണ് അതിനുള്ള എളുപ്പവഴി. വിഷയസുഖങ്ങൾ സ്വപ്നത്തിലെ സ്വർണ്ണമഴ പോലെയാണ്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട ആ സ്വർണം ധാരാളം ശേഖരിക്കാം, ഉപയോഗിക്കാം. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസക്തി എന്നേക്കുമായി നഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ ഇവിടെ ഇന്ന് നാം അനുഭവിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളുടെ കാര്യവും. അതിനാൽ ശ്രുതിയും സ്മൃതിയും വിലക്കിയിട്ടുള്ളവയിൽ നിന്നും അറിവുള്ളവൻ അകന്നു നിൽക്കണം. അസ്വസ്ഥമായ ഹൃദയം, ഇന്ദ്രിയങ്ങളുടെ ചാബല്യങ്ങളിൽ പ്രക്ഷുബ്ധമാകുന്ന മനസ്സ്, ഈ അവസ്ഥയിലുള്ള ഒരുവന് ഒരിക്കലും പൂർണ്ണജ്ഞാനം നേടാനാകില്ല. സംതൃപ്തനും ഉറച്ച ഭക്തിയുള്ളവനും മാത്രമേ ആത്മജ്ഞാന ലാഭം ഉണ്ടാകൂ. ഈ ഭൗതിക ശരീരത്തെ വേണ്ടും വിധം നിയന്ത്രിക്കണമെങ്കിൽ നാം അതിൻ്റെ നല്ല സാരഥിയാകണം. എങ്കിലേ ശാശ്വതമായ ആ ദിവ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയൂ. ഗ്രന്ഥങ്ങൾ ഏറെ പഠിച്ചതുകൊണ്ടോ വാക്ചാതുര്യമുള്ളതുകൊണ്ടോ അത് നേടാൻ കഴിയില്ല. സഞ്ചരിക്കുന്ന രഥമായി ശരീരത്തെ മനസ്സിലാക്കുക. ശരീരമാകുന്ന ഈ രഥത്തിൻ്റെ സാരഥി നിൻ്റെ ബുദ്ധിയായിരിക്കണം. രഥത്തിൻ്റെ ഉടമയായി നീ വാഴുക. ഇന്ദ്രിയങ്ങളാണ്, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കുതിരകൾ. മനസ്സാണ് കുതിരയെ ബന്ധിപ്പിക്കുന്ന കടിഞ്ഞാൺ. കുതിരകളെ അവയ്ക്ക് ഇഷ്ടമുള്ള വിധം ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് പോകാൻ അനുവദിക്കരുത്. അവ പലയിടത്തേക്കും കുതിക്കും. മനസ്സാകുന്ന കടിഞ്ഞാണിൽ ബുദ്ധി കൊണ്ട് അവയെ നിയന്ത്രിക്കണം. സാരഥി ബുദ്ധി. മിടുക്കനെങ്കിൽ കുതിരകൾ വേണ്ട വഴികളിലൂടെ മാത്രമേ പായൂ. പക്ഷേ സാരഥി ബുദ്ധി കടിഞ്ഞാണിൻ്റെ, അതായത് മനസ്സിൻ്റെ നിയന്ത്രണത്തിലായാൽ എല്ലാം താറുമാറാകും. ആരുടെ ബുദ്ധിക്കാണോ മനസ്സാകുന്ന കടിഞ്ഞാൻ നിയന്ത്രിക്കാൻ കഴിയുന്നത്, ആത്മചിന്തയോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, അവന് മാത്രമേ മുക്തി ലഭിക്കുള്ളൂ. തർക്കത്തിനും ചർച്ചയ്ക്കും ഇവിടെ സ്ഥാനമില്ല. പ്രതിബന്ധങ്ങൾ ഈശ്വരകൃപയാലേ ഒഴിഞ്ഞു പോകൂ. സരളവും തർക്കരഹിതവുമായ വിശ്വാസമേ നമ്മെ തുണയ്ക്കാൻ ഉണ്ടാകൂ. ഈ ശരീരം വളരെ വിലയേറിയതാണ്. ഉച്ചനിഴൽ പോലെ പെട്ടെന്ന് ഇല്ലാതാകാം. അതിനാൽ ധനത്തിനും വിഷയസുഖങ്ങൾക്കും പുറകെ പായാതെ മായയെ അകറ്റൂ. അതിനായി ഈശ്വരപാദങ്ങളിൽ സമ്പൂർണ്ണം ശരണാഗതി നേടൂ. സദ്ഗുരുവാണ് സംസാരസാഗരത്തിലെ ഏറ്റവും നല്ല തോണി. അതിൽ കയറിപ്പറ്റിയാൽ ധാരാളമായി. അവർ കരുണാസ്വരൂപങ്ങൾ. അവർ പരിക്കൊന്നുമില്ലാതെ നമ്മെ അക്കരെ എത്തിക്കും. ഇതിനായി മനഃശുദ്ധി നേടുക. അതിനുള്ള വഴി ആചാര്യന്മാർ ഉപദേശിച്ച കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ്. അങ്ങനെ അവർ നിർദ്ദേശിച്ച കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാകും. പരിശുദ്ധമായ ചിത്തം പെട്ടെന്ന് ജ്ഞാനാവസ്ഥയെ സ്വയം പ്രാപിക്കും. അതുവരെ ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ, മതാചാരങ്ങൾ ചെയ്യുക തന്നെ വേണം. സാക്ഷാത്കാരം, ജ്ഞാനം ലഭിച്ചയാൾ അഹങ്കാരരഹിതനായിരിക്കും. അദ്ദേഹത്തെ പുണ്യപാപങ്ങളോ ശുഭാശുഭങ്ങളോ ബന്ധിക്കില്ല. അദ്ദേഹം എല്ലായിടത്തും തന്നെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ജ്ഞാനിക്ക് ശത്രുവോ മിത്രമോ ഇല്ല. ഈ ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ അതിനായി സഹിച്ച ക്ലേശങ്ങൾ നിസ്സാരമായി തോന്നും. ക്ഷണികങ്ങളായ ലൗകിക സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ചതിൽ അപ്പോൾ ദുഃഖം തോന്നുകയില്ല. അതിഭയങ്കരങ്ങളായ ലൗകിക ദുഃഖങ്ങളും ദുരിതങ്ങളും തിരമാല പോലെ ഉയർന്നു വന്നാലും ഉത്കൃഷ്ടനായ ആ മഹാത്മാവ് ധീരതയോടെ നേരിടും. തെല്ലും ചഞ്ചലപ്പെടുകയില്ല. ഈശ്വരകൃപ ആരിലാണോ ചൊരിയപ്പെടുന്നത്, ആരോടാണോ ഈശ്വരൻ സന്തുഷ്ടനാകുന്നത്, അവനെ വിവേചന ബുദ്ധിയാൽ സമ്പന്നനാക്കി ശക്തനാക്കി അവിടുന്ന് സംസാരസാഗരം കടത്തിവിടും. ഗുരുകൃപ നേടിയാൽ ഇതെല്ലാം സുസാധ്യം. മായ പാമ്പിനെപ്പോൾ ചുറ്റി വരിഞ്ഞു മുറുകുമ്പോൾ ഗുരുകൃപയില്ലാതെ ആർക്കാണ് അവളിൽ നിന്നും രക്ഷപ്പെടാനാകുക? ഞാൻ 5 രൂപയ്ക്കായി പലയിടത്തും ആളെ വിട്ടപ്പോൾ നിന്റെ കീശയിൽ അതിൻ്റെ 50 ഇരട്ടി പണം ഉണ്ടായിരുന്നു.
സായീശ്വരൻ്റെ വചനങ്ങൾ കേട്ട് ധനികൻ കീശയിൽ നിന്നും പണമെടുത്ത് എണ്ണി നോക്കി. അവിടുന്ന് അരുളിയത് സത്യമായിരുന്നു. ധനികൻ അമ്പരന്നുപോയി. ലജ്ജയാലും വിഷമത്താലും അയാൾ ഉടനെ തൃപ്പാദത്തിൽ ശിരസണച്ചു. കരുണാനിധിയായ ബാബ തുടർന്നു. ധനത്തോടുള്ള നിന്റെ ആർത്തി ഒടുങ്ങണം. അല്ലാത്ത കാലം വരെ നിനക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകില്ല. പക്ഷേ ധനതൃഷ്ണയെ കീഴടക്കുക ക്ലേശകരം തന്നെ. ധനതൃഷ്ണ ഇരുണ്ട അഗാധമായ കയമാണ്. ആ കയത്തിൽ ലോഭത്തിൻ്റെ ചുഴികളുണ്ട്. അഹങ്കാരത്തിൻ്റെയും പകയുടെയും മുതലകൾ അതിൽ പതിയിരിക്കുന്നു. ദുഃഖദുരിതങ്ങൾ നിറഞ്ഞതാണ് അവിടം. മോഹമകന്നവന് മാത്രമേ ആ കയത്തിൽ അപകടമേൽക്കാതെ നിലനിൽക്കാനാവൂ. അതുകൊണ്ട് നീ ആഗ്രഹങ്ങളെ ജയിക്കണം. ആഗ്രഹവും ബ്രഹ്മജ്ഞാനവും വിരുദ്ധങ്ങളാണ്. അവ ഒരിക്കലും ഒരുമിച്ചിരിക്കില്ല. ആഗ്രഹങ്ങൾ നിറഞ്ഞവന് ബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കാനാകും? അവൻ എങ്ങനെ നിസ്സംഗതയും മുക്തിയും ലഭിക്കും? ആഗ്രഹങ്ങൾ മുറ്റി നിൽക്കുന്നവൻ്റെ സാധനകളും നിഷ്ഫലം. എത്ര പണ്ഡിതനായാലും ആഗ്രഹങ്ങൾ ഒടുങ്ങാത്തവനാണെങ്കിൽ അവന് ആത്മജ്ഞാനം വിദൂരത്തിൽ തന്നെ ആയിരിക്കും. സദാ പാപകർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവന് ഒരിക്കലും മനഃശാന്തി ലഭിക്കില്ല. ആത്മസാക്ഷാത്കാരത്തിനുള്ള അവൻ്റെ ശ്രമമെല്ലാം പാഴിലാകും. ഗുരു ഉപദേശം പോലും അവന് ഗുണകരമാകില്ല. നാം ആവശ്യപ്പെടുന്നത് എന്തും സദ്ഗുരു നമുക്ക് നൽകിയെന്നു വരില്ല. അത് സ്വീകരിക്കാനുള്ള നമ്മുടെ അർഹത ആദ്യം അവിടുന്ന് പരിശോധിക്കും. അതിനുശേഷം നമുക്ക് അർഹതയുള്ളത് തീർച്ചയായും നൽകുകയും ചെയ്യും. അവനവന് ദഹിക്കാവുന്നത് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ധനക്കേടിന് ഇടയാകും. എൻ്റെ ഖജനാവ് പരിപൂർണമാണ്. ആര് വന്നാലും എന്തു ചോദിച്ചാലും ഞാൻ നൽകാം. പക്ഷേ അതിനു മുമ്പേ അതിനുള്ള അവൻ്റെ ശേഷി ഞാൻ നോക്കും. ഒരുവന് താങ്ങാനാവുന്നതേ ഞാൻ നൽകൂ. ഞാൻ പറഞ്ഞതിലൊക്കെ ശ്രദ്ധയൂന്നിയാൽ നിനക്ക് ശ്രേയസ്കരമായി ഭവിക്കും. ഈ പവിത്രമായ മസ്ജിദിലിരുന്ന് ഞാൻ പൊളി പറയില്ല. ധനികൻ മൗനമായി എല്ലാം കേട്ടിരുന്നു. സായീശ്വരൻ്റെ ഈ അമൃതവചന പ്രവാഹത്തിൽ താഴ്ന്നു മുങ്ങുകയാണെങ്കിൽ നമുക്കും ലാഭകരം. നമ്മിലെ എല്ലാ കളങ്കങ്ങളും അതുമൂലം കഴുകി മാറ്റപ്പെടും. സായിനാഥിൻ്റെ മഹിമ വിവരിക്കാനാവില്ല. ശുദ്ധ പ്രേമം കൊണ്ട് മാത്രമേ അവിടുത്തെ നമുക്ക് പാട്ടിലാക്കാനാകൂ. എല്ലാവർക്കും സ്വന്തം അമ്മയാണ് അവിടുന്ന്. ദുഃഖിതരും നിരാശരും പീഡിതരുമായ മക്കൾക്ക് സായിമാത താങ്ങും തണലുമേകുന്ന കൽപ്പവൃക്ഷമാണ്. സർവവും ഉപേക്ഷിച്ച് വിജനതയിൽ ധ്യാനിക്കുന്ന മുനിമാരുണ്ട്. അവർ സ്വമുക്തി മാത്രം തേടുന്നു. സായീശ്വരൻ അത്തരക്കാരനല്ല. അവിടത്തേക്ക് ബന്ധുക്കളോ മിത്രങ്ങളോ ഭാര്യയോ മക്കളോ ഗൃഹമോ ഒന്നുമില്ല. ഈ ലോകത്തിനു വേണ്ടി അവിടുന്ന് മസ്ജിദിൽ നിലകൊണ്ടു. 4-5 ഗൃഹങ്ങളിൽ നിന്നും ഭിക്ഷാടനം സ്വീകരിച്ച വേപ്പ് വൃക്ഷച്ചുവട്ടിൽ ദിവസം മുഴുവനും കഴിച്ചുകൂട്ടി. ലോകമംഗളത്തിനായി അവിടുന്ന് യത്നിച്ചു. നമ്മെ സന്മാർഗത്തിലേക്ക് നയിച്ചു. മഹാപ്രഭുവായ സായീശ്വരന് ജന്മമേകിയ രാജ്യം അനുഗ്രഹീതം. അവിടുന്ന് ജനിച്ച ഗൃഹം അനുഗ്രഹീതം. അവിടുത്തെ പവിത്രാത്മാക്കളായ മാതാപിതാക്കൾ അനുഗ്രഹീതർ. വിഭുവിന് ഇടം കൊടുത്ത ആ ഗർഭപാത്രം ധന്യം ധന്യം. ഏറെ നാൾ ഈ അമൂല്യരത്നത്തിൻ്റെ മഹത്വം ഷിർദിയിൽ ആരും അറിഞ്ഞില്ല. മനസ്സ് മെല്ലെ മെല്ലെ വിഷയസുഖങ്ങളിൽ നിന്നും പിൻവലിക്കൂ. ആത്മാവിൽ അതിനെ ഉറപ്പിക്കൂ. അതിനായി സായീശ്വര കൃപ നേടിയെടുക്കൂ. അവിടുത്തെ ജീവിതചരിതം ഭക്തിയോടെ വായിക്കൂ. സായിയെ ധ്യാനിക്കൂ. സായിയുടെ അമൃത കഥകൾ പാപത്തെ ഹരിക്കുന്നതാണ്. മരണത്തെ തന്നെ നേരിടാനുള്ള കരുത്തേകും സായി ലീലകൾ. സജ്ജനങ്ങളെ, ഈ പുണ്യഗ്രന്ഥം കുറച്ചെങ്കിലും നിത്യവും വായിക്കൂ, മനനം ചെയ്യൂ. അങ്ങനെ നിങ്ങളുടെ സമസ്ത ക്ലേശങ്ങൾക്കും പരിഹാരമുണ്ടാക്കൂ. ഈ വിസ്മയാവഹമായ ദിവ്യചരിതം കേൾക്കുന്നവൻ്റെയും പറയുന്നവൻ്റെയും ദുരിതങ്ങളെ ഇല്ലാതാക്കും. സംസാരസാഗരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നൗകയാണ് ഈ അമൃത കഥകൾ. കൂട്ടിലടച്ച തത്തയെപ്പോൾ നാം ഈ ശരീരത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നാം ശുദ്ധമായ പരമ്പൊരുൾ തന്നെയെന്നറിയൂ. പ്രലോഭനങ്ങളിൽ വഞ്ചിതരാകരുതേ. ഞാനെന്നും നീയെന്നും ചിന്തിച്ച് മോഹിതനാകരുത്. നാം ആത്മസ്വരൂപമാണെന്നറിയുക. അതറിയാനായി സ്വപ്രയത്നം തന്നെ വേണം. സ്വന്തം ധനമെല്ലാം കയ്യിലിരിക്കെ ഒരു കുബേരൻ പിച്ച തെണ്ടുന്നതിന് തുല്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. സച്ചിദാനന്ദ സ്വരൂപമായ നാം വലയുന്നു, കേഴുന്നു. എന്തൊരു കഷ്ടം! ഭൗതിക ജീവിതം നിരർത്ഥകമെന്നറിയൂ. ആത്മീയ കാര്യങ്ങളിൽ മുഴുകൂ. ആത്മീയോന്നതിക്കായി ശ്രീ ഗുരു തൃപ്പാദങ്ങളിൽ അഭയം തേടൂ. ഈ അധ്യായം കൂടുതൽ കൂടുതൽ വായിക്കൂ. നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കാനാകും. 17-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ. ജയ് സായിറാം.